പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ രാജു എന്നും കുട്ടൻ എന്നും പേരുള്ള രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. രാജു ഓട്ട മത്സരത്തിൽ നല്ല സമർത്ഥനായിരുന്നു. കുട്ടാ, നമുക്ക് ആ കുന്നിൻ മുകളിലേക്ക് ഒരു ഓട്ട മത്സരം വെച്ചാലോ? നമുക്ക് വെക്കാം രാജാ. സ്കൂളിൽ നിന്ന് വലിയ ആൽമരം വരെ ആരാദ്യം ഓടിയെത്തും എന്നതായിരുന്നു മത്സരം. നമുക്ക് നോക്കാം കുട്ടാ, ഇന്ന് ആരാണ് ജയിക്കുക എന്ന്. കുട്ടൻ എപ്പോഴെത്താനാണ്? ഞാൻ എന്തായാലും ജയിച്ചു കഴിഞ്ഞു. ഒരുപാട് മുന്നിലെത്തിയ ആവേശത്തിൽ രാജുവിന് അല്പം അഹങ്കാരം തോന്നി. കുറച്ചുനേരം വിശ്രമിച്ചിട്ട് ഓടാമെന്ന് കരുതി രാജു ഒരു മരത്തണലിൽ ഉറക്കമായി. എന്നാൽ കുട്ടൻ ഒരിടത്തും വിശ്രമിച്ചില്ല. അവൻ പതുക്കെയാണെങ്കിലും തന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ ഉറങ്ങിക്കിടക്കുന്ന രാജുവിനെ മറികടന്ന് മുന്നോട്ടു പോയി. രാജു ഉണർന്ന് വേഗത്തിൽ ഓടിയെത്തിയപ്പോഴേക്കും കുട്ടൻ വിജയിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ അമിത ആത്മവിശ്വാസം വലിയൊരു തെറ്റാണെന്ന് രാജുവിന് മനസ്സിലായി. നീ ജയിച്ചു കുട്ടാ. വേഗതയേക്കാൾ പ്രധാനം ചെയ്യുന്ന കാര്യത്തിലെ സ്ഥിരതയാണെന്ന് നീ എന്നെ പഠിപ്പിച്ചു. ക്ഷമയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് വലിയ ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കാം. കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ചെറിയ ഓട്ട മത്സരത്തിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.